ഈ അഡ്വഞ്ചർ സ്പോർട്സ് അല്ലെങ്കിൽ ഓഫ് റോഡിങ് കമ്മ്യൂണിറ്റി എന്ന് അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ആർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അവരെല്ലാവരും ഇത് ഒരു ഫ്രീ സർവീസ് ആയിട്ട് ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമാവാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരു മന്ത്രിസഭ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഓഫ് റോഡ് വാഹനം ഉപയോഗിച്ച് പോലീസുകാരനെ അടിച്ചതാണ്. അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ജീപ്പാണ്. എല്ലാ ജീപ്പേഴ്സും ഓഫ് റോഡേഴ്സ് അല്ല. ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൂ ആയിരിക്കും കേരളത്തിന് മുതൽക്കൂട്ടായിട്ട് തിരിച്ചു കിട്ടുക. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ യുവാക്കൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച വി.ഡി. സതീശന്റെ ഒരു വാഗ്ദാനമായിരുന്നു വാഹനങ്ങളിൽ അപകടകരമല്ലാത്ത രീതിയിൽ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്നുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നു, യു.ഡി.എഫ് അധികാരത്തിലേറുകയും ചെയ്തു, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് മോഡിഫിക്കേഷനെ കുറിച്ചുള്ള ആവശ്യവും ഉയർന്നു വന്നിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിൽ വാഹനങ്ങളിൽ നടത്താവുന്ന അപകടകരമല്ലാത്ത മോഡിഫിക്കേഷനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സമ്മിശ്ര പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് വാഹന പ്രേമികൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് സുജിത്ത് കൊല്ലത്തോടിയാണ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുജീഷ് കൊല്ലത്തോടിയാണ്. ചേട്ടാ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മുമ്പ് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിരുന്നു മോഡിഫിക്കേഷൻ സാധ്യമാകുന്നുള്ളത്. അത് സംബന്ധിച്ച് രൂപരേഖ ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ട്. സമ്മിശ്ര പ്രതികരണമാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വാഹന പ്രേമി അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു രൂപരേഖയെ നോക്കിക്കാണുന്നത്? നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പാലിക്കാനാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് ഈ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ വാഹനങ്ങളിലെ അനധികൃതമായിട്ടുള്ള രൂപമാറ്റം എന്നുള്ള രീതിയിൽ അതൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഡറാണ്. ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഓർഡറാണ്. അപ്പം നമ്മുടെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ആരാണെങ്കിലും ഈ വാഹനം മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനോട് അത്ര എതിർപ്പുള്ള ആൾക്കാരുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പൊ നിലവിലിരിക്കുന്ന സർക്കാരാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിയമപരമായിട്ടുള്ള ഒരുപാട് നൂലാമാലകൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നീങ്ങുന്നതാണ് ഞാൻ നോക്കിക്കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ശ്രദ്ധേയമായ കാര്യം അതിന് ഒരു അനുഭാവപൂർണമായ ഒരു സമീപനം നമ്മളോട് കാണിക്കുന്നത് എന്നുള്ളതാണ്. വാഹനം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ല വാഹന മോഡിഫിക്കേഷൻ. ഇപ്പം വാഹന മോഡിഫിക്കേഷനിൽ ഒരു സെഗ്മെന്റിലുള്ളതാണ് ഭയങ്കര ലൗഡ് ആയിട്ടുള്ള സൈലൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോ അത് എന്ന് പറയുന്നത് അത് ഒരു കൂട്ടം ആൾക്കാർ ആ സൗണ്ടിനെ ആഗ്രഹിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അത് ഇപ്പം എന്താ പറയാ, ഒരു പ്രീമിയം സെഗ്മെന്റ് കാറിന്റെ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ സെഗ്മെന്റ് അവന്റെ വേർഷൻ വെച്ചാൽ എന്റെ ബജറ്റിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ദ്രോഹമാവുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റിക്കറിങ് അങ്ങനത്തെ ഒന്നും ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ ഈ അഡ്വഞ്ചർ സ്പോർട്സ് അല്ലെങ്കിൽ ഓഫ് റോഡിങ് കമ്മ്യൂണിറ്റി എന്ന് അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ആർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാലും ഫർദർ അടുത്ത സ്റ്റെപ്പ് ഞങ്ങളിലേക്ക് ശ്രദ്ധ വരും ഞങ്ങൾ വിചാരിച്ചിട്ട് മൂവ് ചെയ്യാണ്. ഇപ്പം കുറെ കാലമായിട്ട് ആരും പരിഗണിക്കാതിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ശുഭപ്രതീക്ഷയായിട്ട് കരുതുന്നുണ്ട്. 100%. ഇപ്പം ഞങ്ങള് കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റി ഞങ്ങൾ ഇതിന്റെ മുമ്പ് ഇപ്പൊ 7ഓളം ഇവന്റ്സ് ഞങ്ങൾ കേരളത്തിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇവന്റ് കണ്ണൂർ കണ്ടക്ട് ചെയ്തു. ഇതിനെല്ലാം നിയമപരമായിട്ടുള്ള എല്ലാ പെർമിഷൻസും ഞങ്ങൾക്ക് നൽകിയിട്ടാണ് ഞങ്ങൾ ഇവന്റ് നടത്തുന്നത്. അപ്പൊ ഈ ഇവന്റ് നടത്തുന്നതിന് എല്ലാ പെർമിഷൻസും തരുന്നത് ഒരു രീതിയിൽ നമ്മളെ അംഗീകരിച്ചുകൊണ്ട് ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ കൂടി ഈ അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന ആൾക്കാരെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിനകത്തുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഞങ്ങളുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓരോരോ കാര്യങ്ങളിൽ ഇപ്പൊ ടയർ ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന വിഞ്ച് ആണെങ്കിലും ശരി, സ്നോർക്കൽ ആണെങ്കിലും ശരി, ഇതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഫോർ എക്സാമ്പിൾ
കഴിഞ്ഞ ദിവസം നമ്മള് കണ്ണൂരത്തെ ഒരു അപകടത്തിന്റെ ഞാൻ ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ഡ്രൈവർ ക്യാബിൽ കുടുങ്ങി കിടന്നിട്ട് ആൾക്കാർ വലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കണ്ടു. ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന വിഞ്ച് എന്ന് പറയുന്ന എക്യുപ്മെന്റ് അവിടെ ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് ആളെ പുറത്തേക്ക് എടുക്കാൻ നമുക്ക് കിട്ടും. ഒരു വണ്ടി കുഴിയിലേക്ക് വീണു, നമ്മൾ ഫയറോ അല്ലെങ്കിൽ വേറെ ആരും വരുന്നതിന് മുമ്പ് നമുക്ക് ആ എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് അവരെ എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഒരു 1000-ഓളം വരുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്, ഈ ഒരു മോട്ടോർ സ്പോർട്ടിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വാഹന പ്രേമികളായിട്ടുള്ള ആൾക്കാർ. അവരെല്ലാവരും ഇത് ഒരു ഫ്രീ സർവീസ് ആയിട്ട് ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമാവാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഓഫ് റോഡ് വാഹനങ്ങളിലാണ്. എന്നാൽ പലപ്പോഴും ഇത് കണ്ട് ഭ്രമിച്ച് ഇതേ തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾ നമ്മുടെ സാധാരണ നിരത്തിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ അപകടത്തിന് കാരണമാവുന്നില്ല. നമ്മുടെ വാഹനങ്ങളിൽ ഇപ്പൊ ഒരു നോർമൽ വാഹനം എടുത്താല് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അതിന്റെ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യുക. സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടുതൽ ഡ്രൈവിംഗ് കംഫർട്ടും അതുപോലെ തന്നെ കോർണറിംഗിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പോവാതിരിക്കുക. ചുരുക്കി ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന വേർഷൻ അതാ, വണ്ടി കയ്യിൽ നിന്ന് പോവാതിരിക്കുക എന്നുള്ളതാണ്. അത് ഒരു കാരണവശാലും ഒരു സാധാരണ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനെ കൊണ്ട് ദോഷമൊന്നുമില്ല. ഇവിടെ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഓക്സിലറി ലൈറ്റ്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഗ് ലാംപ്സിന് ഓക്സിലറി ലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ട്രാക്കുകളിലും അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിലുമാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഇത് റോഡിൽ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ജീവിതത്തിൽ ഇന്നേ വരെ 4 വീൽ ഇടാത്ത ഒരാള് ഈ സാധനങ്ങളെല്ലാം കോപ്പി അടിച്ച് വെക്കുമ്പോൾ കോമൺലി ഒറ്റ പേരാണ് ഓഫ് റോഡേഴ്സ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത ദിവസം കൊല്ലം ഭാഗത്ത് എവിടെയോ ഒരു അമ്പലത്തില് ഉത്സവത്തിന്റെ സമയത്ത് ഏതോ ഒരാൾ വെള്ളം അടിച്ചിട്ട് ഒരു ജീപ്പ് ഇടിച്ച് പോലീസുകാരനെ അടിച്ച ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ക്യാപ്ഷൻ എന്തായിരുന്നു വെച്ചാൽ ഓഫ് റോഡ് വാഹനം ഉപയോഗിച്ച് പോലീസുകാരനെ അടിച്ചു എന്നാണ്. അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ജീപ്പാണ്. എല്ലാ ജീപ്പേഴ്സും ഓഫ് റോഡേഴ്സ് അല്ല. ഓഫ് റോഡേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും രക്തത്തിൽ ഇതിന്റെ ഭ്രാന്ത് അലിഞ്ഞു ചേർന്ന് ഇതിനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമ്മുടെ മെജോറിറ്റി വാഹനങ്ങളും ഫ്ലാറ്റ് ബെഡിലാണ് സർവീസ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഒരിക്കലും റോഡില് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ലോ പ്രകാരം ഞാൻ ആദ്യമേ പറഞ്ഞു, നിയമം നമുക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്കായിട്ടൊരു നിയമം തരാനൊന്നും നമുക്ക് ഒരിക്കലും ആവശ്യപ്പെടാൻ വേണ്ടി പറ്റില്ല. നമ്മളിപ്പോ ഫ്ലാറ്റ് ബെഡിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് മിനിമൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതായത് MT ടയേഴ്സ്, മട്ടറേൻ ടയേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, സസ്പെൻഷനിൽ മാറ്റങ്ങൾ വരുത്തിയ ആൾക്കാർ, ഒരു സ്നോർക്കൽ എക്സ്ട്രാ വെച്ച ആൾക്കാർ. ഈ സ്നോർക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലൂടെ വണ്ടി ഓടിക്കാം. ഒരു പരിധി വരെ വെള്ളത്തിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു കൺസിഡറേഷൻ ആണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ കാര്യത്തിൽ ഒരു കൺസിഡറേഷൻ കിട്ടുമ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റീനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ നിലവിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ഒരു രൂപരേഖയിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് വരും. അതില് നിങ്ങൾ തൃപ്തരാണോ മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ? ഞാൻ പറഞ്ഞില്ലേ, അത് എന്റെ വാക്ക് അത് മോഡിഫിക്കേഷൻ അല്ല, എന്റെ വാക്ക് അത് ബ്യൂട്ടിഫിക്കേഷൻ എന്നാണ്. കാരണം നമ്മുടെ വാഹനത്തിന് മോഡി പിടിപ്പിക്കുന്നതും വാഹനം മോഡിഫൈ ചെയ്യുന്നതും രണ്ടാണ്. വാഹനം മോഡിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഓടിക്കുന്ന ആളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് വാഹനത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിനാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന്റെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ, അതല്ലെങ്കിൽ നമ്മുടെ കാർ ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരായിരിക്കും അതിനെ കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ. അതല്ലാതെ ഓഫ് റോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനെ കൊണ്ടൊരു ഗുണമുണ്ട്. യഥാർത്ഥ വാഹന പ്രേമികൾക്ക് അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഗുണമുണ്ടെന്ന് കരുതുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, വാഹനപ്രേമികൾ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഇപ്പം വിന്റേജ് കാറുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ കാർസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് നമുക്ക് സമൂഹത്തിന് മുതൽക്കൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ ഉപകാരം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഓഫ് റോഡിങ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. കാരണം നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏത് നിമിഷവും പ്രകൃതി ദുരന്തം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ആയിട്ട് പ്രതികരിക്കാൻ കഴിവുള്ള ആൾക്കാർ എപ്പോഴും നമ്മളെ പോലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രൂപരേഖയിൽ പൂർണ്ണമായും തൃപ്തരല്ലെങ്കിലും ഇതിനകത്ത് നമ്മളെ പരിഗണിക്കുന്നുണ്ടെന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. CM-നെ പോലെ ഒരാള് അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഉദ്യോഗസ്ഥന്മാരിലാണെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ ഈ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ വാഹന പ്രേമികളായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ പഴയ ഗതാഗത മന്ത്രി വാഹനപ്രേമിയായിട്ടുള്ള ഒരാളാണ്, ഇപ്പൊ ഇരിക്കുന്ന ആളും വാഹനപ്രേമിയായിട്ടുള്ള ഒരാളാണ്. അപ്പം വാഹനപ്രേമം എന്ന് പറയുന്നത് വേറൊരു ലഹരിയാണ്. വാഹനത്തോടുള്ള പ്രേമം വേറൊരു ലഹരിയാണ്. അത് ഓരോരുത്തരുടെ
കളക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരുത്തർ സ്പെൻഡ് ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലാവും. നമ്മൾ വീടിന്റെ മുകളിൽ പോലും ഇത്രയും സ്പെൻഡ് ചെയ്യില്ല, വണ്ടിയുടെ മുകളിൽ സ്പെൻഡ് ചെയ്യില്ല. ഇപ്പൊ വണ്ടിക്ക് ഒരു ടയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ 25,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് ആലോചന പോലും 5 ടയർ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. വീട്ടിലേക്ക് ഒരു സോഫ മാറ്റണം എന്നുണ്ടെങ്കിൽ അയ്യോ അതിന് 12,000 ആവുന്നതെന്ന് ആലോചിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊരു പൊതു സ്വഭാവം പറയുന്നത്. അപ്പോൾ ആ വാഹനപ്രേമികളുടെ ആ ഒരു കാര്യത്തെ ഗൗരവപൂർണമായിട്ട് ശ്രദ്ധിച്ചപ്പോൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ഒരു കാര്യത്തിനോട് ഇനീഷ്യേറ്റീവ് എടുക്കാൻ അദ്ദേഹം കാണിച്ചതിനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു രീതിയിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അണ്ടറിലോ അതല്ലെങ്കിൽ ഈ ഒരു ടൂറിസത്തിന്റെ മേഖലയിലോ ഏതെങ്കിലും ഒരു മേഖലയിൽ പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 14 ജില്ലയിലും ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൂ ആയിരിക്കും കേരളത്തിന് മുതൽക്കൂട്ടായിട്ട് തിരിച്ചു കിട്ടുക. അതിന് ഒരു രൂപ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മുടക്കണ്ട. കാരണം ഇതെല്ലാവരും അങ്ങോട്ട് സമൂഹത്തിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ്. ഇതൊരു വാഹനപ്രേമി എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്കുള്ള ഒരു സാധനം ഇതിനകത്ത് കിട്ടും. കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എന്താണ് മോഡിഫിക്കേഷൻ, എന്താണ് ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ്. മോഡിഫിക്കേഷൻ കൂടി അതിനകത്ത് 31 ഇഞ്ച് ടയർ ഇടാനുള്ള ഒരു പ്രൊവിഷൻ, എംപ്റ്റി ടയർ, മട്ടറേ ടയേഴ്സ് ഇടാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു സ്നോർക്കൽ, ഒരു വിൻസ്, ഇത്രയും സാധനങ്ങളുടെ ആ വാഹനം സെർവ് ചെയ്യാൻ, സൊസൈറ്റിക്ക് സെർവ് ചെയ്യാൻ കേപ്പബിൾ ആണ്. പിന്നെ ഞങ്ങൾ ഓൾറെഡി ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഗവൺമെന്റിൽ തന്നെ ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും പല ഡിപ്പാർട്ട്മെന്റിലും 4 വീൽ വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളിൽ അവർക്ക് ഞങ്ങൾ ഫ്രീ ട്രെയിനിങ് കൊടുക്കാം. ഇപ്പൊ കേരളത്തിൽ 2-3 അക്കാഡമീസ് ഉണ്ട്. ഒന്ന് മഡ് ആൻഡ് റോക്ക് അക്കാഡമി എന്നുണ്ട്, നമ്മുടെ പെരിന്തൽമണ്ണ ഒരു അക്കാഡമി ഉണ്ട്, പിന്നെ R&D അക്കാഡമി എന്നുണ്ട്, കോട്ടയത്ത് ഒരു അക്കാഡമി ഉണ്ട്, ഇപ്പൊ KTM ജീപ്പേഴ്സിന്റെ പുതിയൊരു അക്കാഡമി വരുന്നുണ്ട്, കണ്ണൂരിന് ഒരു അക്കാഡമി വരുന്നുണ്ട്. ഇങ്ങനത്തെ അക്കാഡമീസിൽ നമ്മൾ അവർക്ക് ഫ്രീ ട്രെയിനിങ് കൊടുത്ത് എങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാന്നുള്ള ഒരു പ്രപ്പോസൽ ഓൾറെഡി സംസാരിക്കുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ്, ഒരു മാസ് പെറ്റീഷൻ ആയിട്ടുള്ള റിക്വസ്റ്റ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും എന്തൊക്കെയായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം ഗവൺമെന്റ് പരിഗണിക്കട്ടെ എന്നൂടെ ആശംസിക്കാം. താങ്ക് യു സോ മച്ച്.